Hello guys, this is Govi from Artec. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന മറ്റൊരു ഫോട്ടോഗ്രാഫി ടിപ്പായിട്ടാണ്. അതായത് ക്ലോണിംഗ് എഫക്റ്റ്. ക്ലോണിംഗ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ഫ്രെയിമിൽ ഒരാളെ 3-4 സ്ഥലത്ത് നിർത്തി ഒരു സിംഗിൾ ഇമേജ്. അതാണ് ക്ലോണിംഗ് എഫക്റ്റ്. ലൈക്ക് ദിസ്. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ അതിനായി ഒരു ഫ്രെയിം നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുക. ആ ഒരു ഫ്രെയിമിൽ തന്നെ നമ്മുടെ മോഡലിന് 3-5 പൊസിഷനിലായിട്ട് നിർത്തി ഓരോ ഫോട്ടോസ് എടുക്കുക. ഇനി നമുക്ക് സ്നാപ്സീഡിൽ കയറി ഇതെല്ലാം കൂടെ ജോയിൻ ചെയ്യണം. ഓക്കെ, സ്നാപ്സീഡ് എടുത്തതിന് ശേഷം നമ്മൾ ഫസ്റ്റ് എടുത്ത ഇമേജ് ഇൻസേർട്ട് ചെയ്യുന്നു. ഓക്കെ, അതിനുശേഷം ടൂൾസിലെ ഡബിൾ എക്സ്പോഷർ എടുക്കുക. ഡബിൾ എക്സ്പോഷർ വഴി സെക്കൻഡ് ഇമേജ് നമ്മൾ ഇൻസേർട്ട് ചെയ്യണം. സെക്കൻഡ് ഇമേജ് ഏകദേശം അവിടെ വരും. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്തതിന് ശേഷം ഒപ്പാസിറ്റി കൂട്ടിയിട്ടിട്ട് ടിക്ക് കൊടുക്കുക. ഇനി നമുക്ക് വ്യൂവേഴ്സിൽ കയറിയിട്ട് ബ്രഷ് എന്ന് പറഞ്ഞ ഐക്കൺ കാണാം, അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഇമേജ് എവിടെയാണോ വരുന്നത് അവിടെ ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്ത് വിടുക. ഓക്കെ, ഏകദേശം കറക്റ്റായി. ഇനി നമുക്കത് ടിക്ക് കൊടുക്കാം. ഇനി ഇതേപോലെ തന്നെ വീണ്ടും ഡബിൾ എക്സ്പോഷർ എടുത്തിട്ട് നമ്മുടെ തേർഡ് ഇമേജ് ഇൻസേർട്ട് ചെയ്യുക. അതും ഏകദേശം സെയിം ലെവലാക്കിയതിന് ശേഷം ഒപ്പാസിറ്റി കൂട്ടിയിടുക, ടിക്ക് കൊടുക്കുക. വീണ്ടും വ്യൂവേഴ്സ് കയറുക, ആ ബ്രഷ് എന്ന് പറഞ്ഞ ഐക്കൺ എടുക്കുക, നമ്മുടെ ഇമേജ് എവിടെയാണോ വരുന്നത് അത് റബ്ബ് ചെയ്ത് വിടുക. ഓക്കെ, കറക്റ്റായിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെയാണ് നാലാമത്തെ ഇമേജും. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് 3, 4, 5, 6 ഇമേജുകൾ ഇൻസേർട്ട് ചെയ്ത് ഒരു ഫ്രെയിമിൽ തന്നെ ആക്കാം. അത് സെയിം ലൈറ്റിംഗ് കണ്ടീഷനിലായിരിക്കണമെന്നേ ഉള്ളൂ. ഓക്കെ, ഇമേജ് ഏകദേശം റെഡി ആയി കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് ഇത് എക്സ്പോർട്ട് ചെയ്യാം. ഇനി കൂടുതൽ എഡിറ്റ് ചെയ്യേണ്ടവർക്ക് വീണ്ടും എഡിറ്റ് ചെയ്യാം. ഇത്ര മതിയെങ്കിൽ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് ക്ലോണിംഗ് എഫക്റ്റ്. അപ്പോൾ തീർച്ചയായും ഇത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുക. പോസ്റ്റ് ചെയ്യുമ്പോൾ എന്നെ കൂടെ ടാഗ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ഗുഡ് ബൈ. ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.